ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആരിസ് ടെക് ട്രാവൽ. ഗൈസ്, അപ്പോൾ ആരിസ് ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഡൈക്കിൻ യൂണിറ്റിൻ്റെ ചില്ലറിൻ്റെ വാക്യൂമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൈക്കിൻ ചില്ലർ. ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഒക്കെ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫാണ്. പവറൊക്കെ ഓഫാണ് കാരണം നമ്മളിത് വാക്യൂം ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില്ലറിനെ കുറിച്ച് കുറച്ച് ബേസിക് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് കംപ്രസർ. അപ്പോൾ കംപ്രസറിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റമിലോട്ട് ഗ്യാസ്, അതായത് റെഫ്രിജറൻറ്റ് പമ്പ് ചെയ്യാം. ഓക്കെ, ഈ കാണുന്നതാണ് കണ്ടൻസർ. ഓക്കെ, കണ്ടൻസർ വർക്ക് എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് എക്സ്പാൻഷൻ, അതായത് TXV, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, ഇതാണ് എക്സ്റ്റിംഗ്വിഷർ, ഹീറ്റ് എക്സ്റ്റിംഗ്വിഷർ. ഈ കാണുന്ന ലൈനാണ് നമ്മുടെ ഇവാപ്പറേറ്ററിലോട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ഹൈ സൈഡാണ്, അതായത് കംപ്രസറും കണ്ടൻസറും കൂടിയാണ് നമ്മൾ ആദ്യം വാക്യൂം ചെയ്യുന്നത്. ഓക്കെ, കാരണം ഈ യൂണിറ്റ് ഒത്തിരി വലുതാണ്, ഒരുപാട് വലിയ ലൈനാണ്. അതുകൊണ്ട് നമ്മളെടുത്തുള്ളത് ചെറിയ കംപ്രസറാണ്, വാക്യൂം കംപ്രസർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കംപ്രസർ ആൻഡ് കണ്ടൻസർ മാത്രം ആദ്യം വാക്യൂം ചെയ്യാം. അപ്പോൾ വാക്യൂം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലൈനിലുള്ള നൈട്രോജൻ ഗ്യാസ് റിലീസ് ചെയ്യണം. കാരണം നമ്മളിത് ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രോജൻ ഗ്യാസ് കയറ്റിയായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ആദ്യം നമുക്ക് നൈട്രോജൻ ഗ്യാസ് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് ഈ നൈട്രോജൻ ഗ്യാസ് മൊത്തമായിട്ട് വെളിയിൽ കളഞ്ഞതിന് ശേഷം നമുക്ക് വാക്യൂം കംപ്രസർ കണക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ യൂണിറ്റിലുള്ള നൈട്രോജൻ ഗ്യാസ് നമ്മൾ ഹൈ സൈഡിൽ നിന്ന് മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാക്യൂം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വാക്യൂം കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വാക്യൂം പമ്പ് ഓൺ ചെയ്യാം. ഓക്കെ, ലൈൻ ഓപ്പൺ ആണ്. ഓക്കെ, ഇതിപ്പോൾ -30 പോകും. ഓക്കെ, നമ്മൾ 400 മൈക്രോണാണ് നമ്മൾ വാക്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റൺ ചെയ്തിട്ട് നമുക്ക് നമ്മളടുത്ത് മൈക്രോൺ ഗേജ് ഉണ്ട്. മൈക്രോൺ ഗേജ് കണക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യാം എത്ര മൈക്രോൺ വാക്യൂം ആയിട്ടുണ്ടെന്ന്. ഓക്കെ,